ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയാലോ? അതെ, ഞാൻ സിസേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് അൺബോക്സ് ചെയ്യും? നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇത് ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പാക്കേജാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ അതൊക്കെ ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വെറുതെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്ക് എന്താണെന്നറിയാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ എനിക്കൊരു സർപ്രൈസ് പോലെ എന്നാൽ ഒരെണ്ണം കൂടെ ഞാൻ എനിക്കിതിൻ്റെ കൂടെ ഓർഡർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നീ വന്നു കഴിയുമ്പോൾ കണ്ടാൽ മതി, നിന്നോട് പറയുന്നില്ല, സർപ്രൈസാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ആ ഒരു സർപ്രൈസാക്കി വെച്ചിട്ടുള്ള ഗിഫ്റ്റാണ് ഇന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ മുകളിലുള്ള സ്ലിപ്പിൽ തന്നെ ഓൾറെഡി ചോക്ലേറ്റ് ബോക്സ് എന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായിരുന്നു ഇത് ചോക്ലേറ്റ് ബോക്സ് ആണ്. മാത്രമല്ല, കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിലും ആൾ കുറേ ചോക്ലേറ്റ്സ് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് എനിക്ക് അയച്ച് തന്നിരുന്നു. അപ്പോൾ അതായത് ഞങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ക്യൂട്ടായിട്ടുള്ള സർപ്രൈസുകളൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും ആൾ ഈ ബോക്സ് നിറച്ച് ചോക്ലേറ്റാണ് എനിക്ക് അയച്ചിരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആക്ച്വലി ഇത് മൊത്തത്തിൽ കീറിപ്പൊളിച്ച് എങ്ങനെയെങ്കിലും സാധനം പുറത്തെടുക്കണം എന്നുണ്ടെങ്കിലും ഈ ക്ഷമ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആ ബബിൾസുള്ള ആ പേപ്പർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് ആ ബബിൾസ് ഇങ്ങനെ പൊട്ടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സാധനം കേട്ടോ. അതുകൊണ്ട് ആ ബബിൾസ് പൊട്ടാതെ, എൻ്റെ അൺബോക്സിങ്ങിലെ ബബിൾസ് ഒന്നുപോലും നശിച്ചു പോകാതെ ഓപ്പൺ ചെയ്യാനാണ് ഇത്രയും ശ്രദ്ധ ഞാൻ ഉപയോഗിച്ചത്. ഇനി ആദ്യം ഈ സാധനം ഒന്ന് മാറ്റി വെച്ചിട്ട് തുറന്നു നോക്കാമെന്നൊക്കെ വിചാരിച്ചു എങ്കിലും എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് ആ ബബിൾസൊക്കെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ച് തീർക്കണം എന്നുള്ളത് ഒരു പ്രത്യേക അസുഖമാണ് ഗൈസ് അതെന്ന് പറയുന്നത്. നല്ല രസമല്ലേ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. അതല്ല, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ആ ടോപ്പിലുള്ള ആ ഭാഗം മുകളിലേക്ക് പൊക്കുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഇങ്ങനെ വിരിഞ്ഞ് ചോക്ലേറ്റ്സ് ഫുൾ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന ബോക്സ്. അപ്പം ഞാനും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തങ്ങ് തുറന്നപ്പോൾ ഗൈസ് ഞാൻ കണ്ടത് ഇതാണ്, ഒരു കാലി പെട്ടി. ആക്ച്വലി തുറന്നപ്പോൾ ആ ഒരു ഇതിൽ ഞാനൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടെങ്കിലും പിന്നീടാണ് ശരിക്കും ഇതിനകത്ത് മുട്ടായിന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് കേട്ടോ. ചോക്ലേറ്റ്സ് ഒന്നും തന്നെ ഇല്ലാത്തൊരു എംപ്റ്റി ബോക്സാണ്. ആക്ച്വലി ഇത് നമുക്ക് മേടിച്ചിട്ട് ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ്. ചോക്ലേറ്റ് ബോക്സ് എന്ന് കണ്ടുകൊണ്ടായിരിക്കും ആൾക്കിത് അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാര്യം വിത്ത് ചോക്ലേറ്റ് ഉള്ള ബോക്സാണെന്ന് വിചാരിച്ച് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ആ കണ്ണീരൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് സമാധാനിക്കാം തൽക്കാലം അല്ലേ. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതിൽ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് നിറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ആളുടെ ബർത്ത്ഡേക്ക് വല്ലതും കൊടുക്കാം. അതിന് ഇനി മാർച്ച് വരെ കാത്തിരിക്കണമല്ലോ അല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ മാസം തന്നെ എൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ, അപ്പോൾ അന്നത്തേന് ഇതിനകത്ത് ചോക്ലേറ്റ് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അൺബോക്സ് ചെയ്യാം. അതെങ്ങനെയുണ്ട്? എന്തായാലും ഞാൻ ഈ പെട്ടി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ശരി ഗൈസ്, ബൈ.